ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മീനാക്ഷി എന്ന പേരില് നമ്മുടെ ബൈജുവിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്യുന്നത് സ്റ്റെഫി. അങ്ങനെ ബൈജുവിനെ മനഃപൂർവ്വം സ്റ്റെഫി ഒരു അപകടത്തിലാക്കുകയും ആ അപകടത്തിൽ നിന്ന് സ്റ്റെഫി രക്ഷപ്പെടുത്തുന്നുണ്ട് ബൈജുവിന് അപ്പോൾ ഇഷ്ടം ആവുന്നുണ്ട് അവള്. അതിനുശേഷം അവൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ കല്യാണിയോടും കിരണിനോടും ഈ കാര്യം ചെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിനക്ക് അവളുടെ പേരോ ഫോൺ നമ്പറോ മറ്റോ വാങ്ങിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതൊക്കെ ഞാൻ മറന്നു എന്ന് പറയാണ്. എന്തായാലും ബൈജുവിന്റെ പുറകെ തന്നെയുണ്ട് സ്റ്റെഫി. മറ്റൊരു ദിവസം സൂപ്പർ മാർക്കറ്റില് ബൈജു ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു നിൽക്കുമ്പോൾ സ്റ്റെഫി അവിടേക്ക് വരികയാണ്. അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ബൈജു ചെന്നിട്ട്. അപ്പോൾ പിന്നെ അറിയാതെ അങ്ങനെ ഫോൺ നമ്പർ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം കൂടുതൽ അടുക്കുകയാണ്. ബൈജു ഇടയ്ക്കിടയ്ക്ക് സ്റ്റെഫിയെ വിളിക്കുകയും അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരു കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം അവൾ വിചാരിച്ച പാതയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഗംഗയെ കാണിക്കുന്നുണ്ട്. ഗംഗ രാഹുലിനോടും വിക്രത്തിനോടും പറയുന്നുണ്ട്, എന്തായാലും സ്റ്റെഫി എന്ന് പറയുന്നവൾ അവൾ എൻ്റെ ചങ്കാണ്, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ കൂടെ ജീവിക്കാനാണ് അവളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ജയിലിലായതുകൊണ്ടാണ്, അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് അവൾ നടത്തി തരും. അതിനുശേഷം ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാണ് അവളുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനെയും കാണിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ട് പെൺമക്കളും പ്രകാശന് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രകാശന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രകാശന്റെ വീട്ടിൽ അവർക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കല്യാണിയാണെങ്കിൽ കാർത്തികയുടെ ഭക്ഷണമൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ കാർത്തികയുടെ വിവാഹ കാര്യം എടുത്തിടുകയാണ് കല്യാണി. അപ്പോൾ കാർത്തിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രകാശൻ പറയാണ്, എനിക്കും ആഗ്രഹമുണ്ട് മോള് കല്യാണം കഴിച്ച് കാണാനായിട്ട്, പിന്നെ ഞാൻ പറയാത്തത് എന്തുകൊണ്ട് ാണെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള അർഹത ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. എന്തായാലും കല്യാണി മോളേക്കാളും മൂത്തതല്ലേ മോളിഞ്ഞ് മോൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ നല്ലൊരു പയ്യനെ തന്നെ കണ്ടെത്തി തരാമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അത് ഉടനെ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പെണ്ണ് കാണൽ വരെ എത്തിക്കുകയാണ്. അത്രയാണ് അവളുടെ ലക്ഷ്യം. പെണ്ണ് കാണൽ കല്യാണിയെ ഒഴിവാക്കിയിട്ട്, കല്യാണിക്ക് അറിയാം സ്റ്റെഫിയെ, അതുകൊണ്ട് തന്നെ കല്യാണിയെ ഒഴിവാക്കിയിട്ട് കിരണും പ്രകാശനും ബൈജുവും കൂടിയിട്ട് പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന് പെണ്ണൊക്കെ കണ്ട് അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് വണ്ടിയിലേക്ക് തിരികെ കയറാൻ നിൽക്കുമ്പോൾ ബൈജു നേരെ വണ്ടിയിൽ കയറാൻ പോകുന്നുണ്ട്. നമ്മുടെ കിരൺ ആണെങ്കിൽ പുറംതിരിഞ്ഞിങ്ങനെ വണ്ടിയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ വലിയൊരു ഗുണ്ട ആ ഒരു കത്തിയും പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഓടി വന്നിട്ട് കിരണിനെ കുത്താൻ വേണ്ടി പാഞ്ഞു വരികയാണ്. ആ ഒരു കാഴ്ച പ്രകാശൻ കാണുമ്പോൾ പ്രകാശൻ ആ ഗുണ്ടയെ നമ്മുടെ കിരണിനെ തട്ടി മാറ്റിയിട്ട് ആ മുന്നിൽ അങ്ങ് കയറി നിൽക്കുകയാണ്. പെട്ടെന്ന് കുത്ത് കിട്ടുന്നത്, ആ ഗുണ്ട ആഞ്ഞു കുത്തുന്നത് പ്രകാശന്റെ വയറിൽ തന്നെയാണ്. എന്തായാലും നമ്മുടെ പ്രകാശന്റെ അവസ്ഥ ഒരു ക്രിട്ടിക്കൽ ആവുകയും ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പ്രകാശൻ രക്ഷപ്പെടുന്നത്. പ്രകാശനൊന്നും സംഭവിക്കുന്നില്ല. കല്യാണിയൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആവുകയാണ്. ദീപയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അമ്മയ്ക്ക് സമാധാനമായില്ല, അമ്മ എപ്പോഴും അച്ഛനെ കുറ്റപ്പെടുത്തല്ലേ, ഇപ്പൊ കണ്ട കിരണേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ഒരു അപകടത്തിലായത് എന്നൊക്കെ പറഞ്ഞ ദീപയെ കുറ്റപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയാണെങ്കിൽ ലക്ഷ്മി അമ്മയെയും കുറ്റപ്പെടുത്തുകയാണ്. അവർക്കൊക്കെ ഒരുപാട് സഹതാപം തോന്നുന്നുണ്ട്. കുറ്റബോധമൊക്കെ ലക്ഷ്മി അമ്മയ്ക്കും ദീപയ്ക്കും ഒക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. എന്തായാലും പെൺമക്കളൊക്കെ നല്ല കരച്ചിലാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ എന്തായാലും രക്ഷപ്പെടും. ഭാനുമതി അമ്മയ്ക്ക് ഭയങ്കര കരച്ചിലാണ്. ഇതുവരെ മകനെ വിശ്വസിക്കാതെ നടന്നിരുന്ന ഭാനുമതി അമ്മയ്ക്ക് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അവിടെ വെച്ചിട്ട് ആരാണ് കുത്താനുള്ളത് എന്നുള്ള കാര്യമൊക്കെ, അതുപോലെ തന്നെ ഈ ബൈജുവിന്റെ പെൺകുട്ടിയെ ഇതുവരെ ഇവരാരും കണ്ടിട്ടില്ല, കല്യാണി ഒട്ടും കണ്ടിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ കല്യാണിക്ക് മനസ്സിലാകുന്നുണ്ട് അത് സ്റ്റെഫി ആണെന്നുള്ള കാര്യം. അപ്പൊ ഈ സ്റ്റെഫി ആരാണ്, അവൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി വന്നതിന് ശേഷം പിന്നെ അവൾ ആ വഴിക്ക് വന്നിട്ടില്ല. അപ്പോൾ അവളുടെ പുറകിൽ ആരാണുള്ളതെന്ന സത്യവും കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുകയാണ്. ഈ ഗംഗയുടെ മുറപ്പെണ്ണാണ് സ്റ്റെഫി എന്ന സത്യം അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്റ്റെഫിക്കുള്ള മറുപടി ഉടനെ തന്നെ കിട്ടുന്നുണ്ട്. സ്റ്റെഫിയെ
വേറെ ആരുമില്ലെങ്കിലും കല്യാണിയും അതുപോലെ തന്നെ ഭാനുമതി അമ്മയും മാത്രം മതി സ്റ്റെഫിയെ കൈകാര്യം ചെയ്യാൻ. പെണ്ണായതുകൊണ്ട് തന്നെ കിരണൊന്നും അവളെ തല്ലിയില്ല. പകരം ഇവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കിരണൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവളെ ഇവരെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഭാനുമതി അമ്മയുടെ വായേന്ന് കേൾക്കുന്നത് തന്നെ മതി. അതോടുകൂടി സ്റ്റെഫി ആകെ നിന്ന് ഉരുകുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണിയുടെ ശരിക്കും കൈച്ചൂട് അവൾ അറിയുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നോക്കുന്നോട് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷമാണെങ്കിൽ ബൈജുവിനാണെങ്കിൽ ഭയങ്കര കലിയാവാണ്. കാരണം താൻ കാരണമാണ് ഇങ്ങനെ ഒരു അപകടം ഈ കുടുംബത്തിൽ ഉണ്ടായത്. തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് തൻ്റെ ഒരു പ്രണയവും കാര്യങ്ങളായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാഗത്തു നിന്നും അവനും കാരണക്കുറ്റി നോക്കി നന്നായി കൊടുക്കുന്നുണ്ട് സ്റ്റെഫിക്ക്. അങ്ങനെ നല്ല അടികിട്ടി തന്നെയാണ് അവള് അങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അവളെ ഉടനെ തന്നെ ഈ പറയുന്ന ഗംഗയുടെ അരികിലേക്കും പറഞ്ഞയക്കുകയാണ്. ഗംഗയ്ക്ക് എന്തായാലും പുറത്തിറങ്ങി അവളെ കല്യാണം കഴിക്കേണ്ടി വരില്ല. അതിൻ്റെ ഉള്ളിൽ അവളെ കണ്ടോണ്ടിരിക്കാനൊന്നും പറ്റില്ല. എന്നാൽ പോലും അവളെ അതിൻ്റെ ഉള്ളിലാക്കുകയാണ് നമ്മുടെ കല്യാണിയൊക്കെ ചേർന്നിട്ട്. എന്തായാലും ഇവരെ തകർക്കാൻ ആർക്കും പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയുടെ വിവാഹം നടക്കുന്നുണ്ട്. അത് ഗംഗയ്ക്ക് ഭയങ്കര ഒരു തിരിച്ചടിയാവുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രാഹുലിനെ അവർക്ക് ഗംഗയ്ക്കൊപ്പം കൂട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഗംഗയുടെ ഒന്നും വാക്കിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കാതെ രാഹുലിന്റെ ഉറ്റ ശത്രു എന്ന് പറയുന്നത് അത് നമ്മുടെ മനോഹർ തന്നെയാണ്. മനോഹറിനെ ഇല്ലാതാക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് രാഹുലിന്റെ മുന്നിലുള്ളത്. അതിന് ഈ ഗംഗയും വിക്രവും തനിക്ക് കൂട്ടു നിന്നില്ലെങ്കിൽ പോലും അവൻ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ മനോഹറിനെ ഇല്ലാതാക്കാൻ പലവട്ടം ആ ജയിലിൽ വെച്ച് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൊന്നു കളഞ്ഞിട്ട് തൻ്റെ മകളെ ജീവിതം നശിപ്പിച്ച തൻ്റെ മകൾക്കൊരു ആശ്വാസമാകട്ടെ എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. എന്തായാലും നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് സരയു എത്തുന്നുണ്ട്. സരയു അവനെ വളരെ മോശമായ രീതിയിലൊക്കെ പെരുമാറുകയാണ് അവനോട്, രാഹുലിനോട്. എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളൊക്കെ കൂടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തണലായി നിൽക്കുന്നത് ഞാനിപ്പോൾ ആരുടെ കൂടെയാണെന്ന് അറിയും? എൻ്റെ അമ്മയുടെ കൂടെ, എൻ്റെ പെറ്റമ്മയുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തന്നെയല്ല എൻ്റെ മകളെ നോക്കുന്നത് കല്യാണിയും കിരണും ആൻറ്റിയും അങ്കിളൊക്കെ കൂടിയിട്ടാണ്. അവരൊക്കെ നിങ്ങൾ വെറുപ്പിച്ച് നിർത്തിയത് കൊണ്ടാണ് എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെയായത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് തീർക്കാൻ പറ്റുന്നെങ്കിൽ എന്നോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പുണ്യമായിരിക്കും. ഈ മകളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അതായിരിക്കുമെന്ന് സരയു രാഹുലിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഹുല് അതൊക്കെ കേട്ടിട്ട് ഉടനെ തന്നെ എന്തെങ്കിലും അവനെ ചെയ്യണമെന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം ഇവിടെ നടക്കുന്ന ഈ ജയിലിൽ നടക്കുന്ന കല്യാണിക്കും കിരണിനെതിരെ നടത്തുന്ന ഗൂഢാലോചനയും കാര്യങ്ങളും സരയുവിനോട് ഒറ്റുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ. കാരണം രാഹുലിന്റെ ശത്രുവല്ലേ ഇപ്പൊ കിരണും കല്യാണിയൊന്നും. അതുകൊണ്ട് തന്നെ അങ്ങനെ കല്യാണി ഇനി എന്തായാലും രാഹുലിന് തൻ്റെ മകളെ കിരൺ കല്യാണം കഴിക്കണം എന്നൊരു മോഹവുമില്ല. അത് നടക്കാത്ത കാര്യമാണ്. ഇനി എന്തായാലും അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ തൻ്റെ മകൾക്കൊരു നല്ല ജീവിതം ഉണ്ടായാൽ മതി, ഇനി മറ്റാരെങ്കിലും കല്യാണം കഴിച്ചൊരു നല്ല ജീവിതം ഉണ്ടായാൽ മതി എന്നൊക്കെ രാഹുലിൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും കിരണൊക്കെ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. കിരൺ അവളെ നല്ല രീതിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. വേറൊന്നല്ല, അവൾ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അവളുടെ പണത്തിൻ്റെ ഹുങ്കും കാര്യങ്ങളൊക്കെ കാരണം അവളൊരു ജോലിക്ക് പോവാതെ അവളിങ്ങനെ സുഖമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുകയും അവളുടെ കുഞ്ഞിനും അവൾക്കും ജീവിക്കാനുള്ള വക അവരുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സരയു നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.